ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം മാനൂസ് എ ഐ. ഈ മാനൂസ് എ ഐ എന്നത് ജെമിനി, ചാറ്റ് ജിപിടി എന്നീ ആപ്ലിക്കേഷനുകളേക്കാൾ കൂടുതൽ വളരെ കാര്യക്ഷമത കൂടിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് എ ഐ ഏജൻറ്റ് എന്ന് പറയും. ഇവിടെ മാനൂസ് എ ഐയുടെ പുതിയ വെർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. മാനൂസ് 1.6. ഇതിൽ പുതിയ തരത്തിലുള്ള ഫീച്ചേഴ്സ്, അതുപോലെ എൻഹാൻസ്ഡ്, ഇങ്ങനെ കൂടുതൽ പ്രവർത്തനക്ഷമത കൂട്ടിക്കൊണ്ടാണ് അവർ ഈ ഒരു പുതിയ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത്. ഇനി മാനൂസ് എഐയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഇത് കൂടുതലായിക്കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. വീഡിയോ ക്രിയേഷനിങ്, ഓഡിയോ ക്രിയേഷൻ, ചാറ്റ് മോഡ്, ഇങ്ങനെ കൂടുതൽ വിശാലമായിട്ടുള്ളൊരു എ ഐ മോഡലാണിത്. ഇതുപോലെ തന്നെ ഇതിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന ടൂൾസ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഇവിടെ ബ്രൗസർ ഫീച്ചേഴ്സാണ്. ബ്രൗസർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കോമറ്റ് ബ്രൗസർ. അതുപോലെ തന്നെയാണ് ഇതിലുള്ള മറ്റൊരു ബ്രൗസറും അവർ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു എ ഐ ബ്രൗസറാണ്. ഇനി നമുക്ക് പ്ലേ സ്റ്റോർ എടുത്തുകൊണ്ട് മാനൂസ് എ ഐയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ കയറ്റാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് മാനൂസ് എ ഐയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നോക്കാം. നിങ്ങൾക്കിവിടെ ഇതിൻ്റെ പ്രീമിയം പ്ലാനുകളെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ $20, $40, $200, ഇങ്ങനെ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുത്ത് തരും. ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഞാൻ കുറേയധികം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇത് വെറും ചെറിയ കാര്യമല്ല, കൂടുതൽ കാര്യം നമുക്ക് ഒരുമിച്ച് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ലക്ഷദ്വീപിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ലക്ഷദ്വീപിൽ എങ്ങനെ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സ്, അവിടെയുള്ള പുരോഗതികൾ, അവിടെയുള്ള പോരായ്മകൾ, ഇതിനെല്ലാം കുറിച്ച് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കൃത്യമായി സ്ലൈഡുകളെല്ലാം ഉപയോഗിച്ച് അവർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ വിശാലമായിട്ടുള്ള വലിയ കാര്യങ്ങൾ വരെ നമുക്ക് ചാറ്റ് ജിപിടി, ജെമിനി, ഇതിലൊന്നും സാധിക്കാത്ത വലിയ പ്രവർത്തനങ്ങൾ വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ എന്തെങ്കിലും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ മാത്രം എൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ பார்க்கலாம்.